നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിയിൽ കരുത്തരായി ന്യൂസിലൻഡിനെയും വീഴ്ത്തി ഇന്ത്യ സെമിയിൽ. ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെ കീഴടക്കി ഗ്രൂപ്പ് ജേതാക്കളായാണ് ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചത്. 44 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. 250 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കിവീസ് 45.3 ഓവറിൽ 205 റൺസിന് ഓൾ ഔട്ടായി. സ്പിന്നർമാരെ ഫലപ്രദമായി ഉപയോഗിച്ചാണ് ഇന്ത്യ വിജയം കൊയ്തത്. മാർച്ച് 4-ന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇതോടെ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്ക് ഇന്ത്യക്ക് 2 വിജയം മാത്രം മതി. 120 പന്തിൽ നിന്ന് 7 ബൗണ്ടറി അടക്കം 81 റൺസ് എടുത്ത കെയ്ൻ വില്യംസൺ മാത്രമാണ് കിവീസ് നിരയിൽ പൊരുതി നോക്കിയത്. പക്ഷേ പിന്തുണ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. 10 ഓവറിൽ 42 റൺസ് വഴങ്ങി 5 വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയാണ് കിവീസിനെ തകർത്തത്. കുൽദീപ് യാദവ് 2 വിക്കറ്റ് നേടി. കിവീസ് ബാറ്റ് ചെയ്ത 45.3 ഓവറിൽ ഇന്ത്യക്കായി 37.3 ഓവറും എറിഞ്ഞത് സ്പിന്നർമാരാണ്. രജിൻ രവീന്ദ്ര, വിൽ യങ്, ഡാരിൽ മിച്ചൽ, ടോം ലാഥം, ഗ്ലെൻ ഫിലിപ്സ്, മൈക്കൽ ബ്രോസ്വെൽ എന്നിവർക്കൊന്നും തന്നെ ഒരറ്റത്ത് നങ്കൂരമിട്ട് കളിച്ച വില്യംസിന് പിന്തുണ നൽകാൻ സാധിച്ചില്ല. 31 പന്തിൽ 28 റൺസ് എടുത്ത ക്യാപ്റ്റൻ മിച്ചൽ സാൻഡറുടെ ഇന്നിംഗ്സ് പരാജയഭാരം കുറയ്ക്കാനേ ഉപകരിച്ചുള്ളൂ. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എടുത്തു. അപ്രതീക്ഷിതമായി മുൻനിര തകർന്നപ്പോൾ 4-ാം വിക്കറ്റിൽ ഒന്നിച്ച ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ സഖ്യമാണ് ഇന്ത്യയെ മാന്യമായ സ്കോറിലെത്തിച്ചത്. 98 പന്തിൽ 79 റൺസ് എടുത്ത് പുറത്തായ ശ്രേയസ് അയ്യരുടെ ഇന്നിംഗ്സാണ് പൊരുതാവുന്ന സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചത്. ബാറ്റിംഗിൽ പ്രൊമോഷൻ ലഭിച്ച് നേരത്തെ ഇറങ്ങിയ അക്ഷർ പട്ടേൽ 61 പന്തിൽ 42 റൺസ് എടുത്ത് പുറത്തായി. 45 പന്തുകൾ നേരിട്ട ഹാർദിക് പാണ്ഡ്യയ്ക്ക് 45 റൺസുണ്ട്. 8 ഓവറുകൾ പന്തെറിഞ്ഞ മാറ്റ് ഹെൻറി 42 റൺസ് വഴങ്ങി 5 വിക്കറ്റുകൾ വീഴ്ത്തി. രോഹിത് ശർമ്മ 17 പന്തിൽ 15, ശുഭ്മാൻ ഗിൽ 2, വിരാട് കോഹ്ലി 14 പന്തിൽ 11, KL രാഹുൽ 29 പന്തിൽ 23, രവീന്ദ്ര ജഡേജ 20 പന്തിൽ 16 എന്നിങ്ങനെയാണ് പുറത്തായ ഇന്ത്യൻ താരങ്ങളുടെ സ്കോറുകൾ. 6.4 ഓവറിൽ 30 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യക്ക് ശ്രേയസിന്റെയും അക്ഷറിന്റെയും പ്രതിരോധ തന്ത്രമാണ് ഉപകാരമായത്. 24.4 ഓവറിലാണ് ഇന്ത്യ 100 പിന്നിട്ടത്. സ്കോർ 15-ൽ നിൽക്കെ 2 റൺസ് എടുത്ത ഗില്ലിനെ മാറ്റ് ഹെൻറി LBW ആക്കിയായിരുന്നു. തൊട്ടു പിന്നാലെ കൈൽ ജാമിസിന്റെ പന്തിൽ വിൽ യങ് ക്യാച്ച് എടുത്ത് രോഹിത് ശർമ്മയും മടക്കി. 300-ാം മത്സരത്തിനിറങ്ങിയ വിരാട് കോഹ്ലിക്കും തിളങ്ങാൻ സാധിച്ചില്ല. മാറ്റ് ഹെൻറിയുടെ പന്തിൽ തകർപ്പൻ ഒരു ക്യാച്ചിലൂടെയായിരുന്നു കോഹ്ലിയുടെ മടക്കം. ബൗണ്ടറിയാണെന്ന് തോന്നിച്ച കോഹ്ലിയുടെ അതിവേഗത്തിലുള്ള ഷോട്ട് ഡൈവിംഗ് ക്യാച്ചിലൂടെ ഗ്ലെൻ ഫിലിപ്സ് പിടിച്ചെടുക്കുകയായിരുന്നു. അക്ഷർ പട്ടേലും ശ്രേയസ് അയ്യരും ചേർന്നുള്ള 98 റൺസിന്റെ കൂട്ടുകെട്ട് പൊളിച്ചത് കിവീസിന്റെ ഇന്ത്യൻ വംശജനായ താരം രജിൻ രവീന്ദ്രയാണ്. രജിന്റെ പന്ത് അക്ഷറിന്റെ ബാറ്റിൽ തട്ടി ഉയർന്നു പൊങ്ങിയപ്പോൾ കെയ്ൻ വില്യംസൺ ഒറ്റക്കൈയിൽ അത് പിടിച്ചെടുക്കുകയായിരുന്നു. സ്കോർ 172-ൽ നിൽക്കെ ശ്രേയസ് അയ്യരെ ഒറൂഖ് വിൽ യങ്ങിന്റെ കൈകളിൽ എത്തിച്ചു. ഒറൂഖിന്റെ ഷോട്ട് ബോൾ അയ്യർ പുള്ളി ചെയ്തതോടെ യങ് പിടിച്ചെടുക്കുകയായിരുന്നു. രാഹുലിന്റെ പ്രതിരോധവും അധികം നേരം നീണ്ടില്ല. മിച്ചൽ സാൻഡറുടെ ബോളിൽ വിക്കറ്റ് കീപ്പർ ടോം ലാഥം ക്യാച്ച് എടുത്ത് താരത്തെ പുറത്താക്കി. അവസാന ഓവറുകളിൽ തകർത്തടിക്കേണ്ട സമയത്തും മികച്ച രീതിയിൽ ബൗണ്ടറികൾ കണ്ടെത്താൻ ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും പാടുപെട്ടു. മാറ്റ് ഹെൻറി എറിഞ്ഞ 46-ാം ഓവറിലെ അവസാന പന്തിൽ കെയ്ൻ വില്യംസിന്റെ തകർപ്പിനൊരു ക്യാച്ചിൽ ജഡേജ വീണു. ഇതോടെ ഇന്ത്യ വീണ്ടും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. എന്നാൽ കൈൽ ജാമിസിന്റെ 49-ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിന് ഗിയർ മാറ്റി. ഈ ഓവറിൽ ഒരു 6-ഉം 2 4-കളുമാണ് പാണ്ഡ്യ ബൗണ്ടറി കടത്തിയത്. എന്നാൽ മാറ്റ് ഹെൻറിയുടെ അവസാന ഓവറിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച പാണ്ഡ്യയെ രജിൻ രവീന്ദ്ര ക്യാച്ച് എടുത്ത് പുറത്താക്കി.